അപ്പോൾ നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് വർക്ക്, എനർജി, പവർ. അതിൽ നമുക്ക് ആദ്യം വർക്ക് എന്താണെന്നുള്ളത് നോക്കാം. വർക്ക് W കൊണ്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് വർക്ക് എന്നുള്ളത് നോക്കാം. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ബോഡിയാണെന്ന് കരുതുക. ഈ ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബോഡി എന്ത് ചെയ്യും? നീങ്ങും അല്ലേ? അതായത് നീങ്ങുമെന്ന് പറയുമ്പോൾ അവിടെ എന്ത് നടന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ ഇവിടെയാണെങ്കിൽ ഇങ്ങോട്ടാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് S എന്ന് കൊടുക്കാം. അപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു എങ്കിൽ ഒരു ഫോഴ്സ് കാരണം ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യപ്പെട്ടു എന്ന് പറയാം? ഒരു വർക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ നമുക്ക് സിംപ്ലി വർക്ക് എന്ന് പറയുന്നത് ഏതിൻ്റെ പ്രോഡക്റ്റ് ആണെന്ന് പറയാം? ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റ് ആണ് വർക്ക് എന്ന് പറയാം. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റ് ആണ് വർക്ക് എന്ന് പറയാം. അതായത് Fൻ്റെയും Sൻ്റെയും പ്രോഡക്റ്റ് ആണ് വർക്ക്. ഇനി അത് ഏത് ടൈപ്പ് പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ വെക്റ്റർ പ്രോഡക്റ്റും സ്കെയിലാർ പ്രോഡക്റ്റും പഠിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ പ്രോഡക്റ്റ് ആണ്. സ്കെയിലാർ പ്രോഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ അത് നിങ്ങൾ വിശദമായിട്ട് നിങ്ങൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ആദ്യം നിങ്ങൾ ഇത് ഓർത്ത് വയ്ക്കേണ്ടതെന്ന് പറയുന്നത് ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഒരു സ്കെയിലാർ പ്രോഡക്റ്റ് ആണ് വർക്ക്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? വർക്ക് എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ചിത്രം നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഒരു സ്ക്രീനിൽ ഒരു പെൺകുട്ടി ഒരു ട്രോളി ബാഗ് വലിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ കൈ കൊണ്ട് വലിക്കുന്ന ആ ഒരു ഡയറക്ഷനിലാണ് ആ ഫോഴ്സ് അല്ലേ? ഫോഴ്സിൻ്റെ ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടി വലിക്കുന്ന എവിടെയാണോ ഫോഴ്സ് കൊടുത്ത് വലിക്കുന്നത് അതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പോൾ ട്രോളി ബാഗ് എന്ത് ചെയ്യും? നീങ്ങി വരും അല്ലേ? ഹൊറിസോണ്ടലായിട്ട് നീങ്ങി വരും. അപ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ S എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇതാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ ഇതാണ്. ഇനി നമുക്കിതൊന്ന് മാറ്റി നമുക്ക് ബോർഡിൽ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ് അല്ലേ? നമ്മൾ നേരത്തെ വരച്ച ട്രോളി ബാഗിൻ്റെ ആ ഒരു ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനാണോ ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നിരിക്കുന്നത്? അല്ലാന്ന് തോന്നുന്നുണ്ടല്ലേ? കാരണം ഫോഴ്സിൻ്റെ ഒരു ചരിഞ്ഞ ഒരു വെക്ടറായിട്ട് കിടക്കുകയാണ് അല്ലേ? ചരിഞ്ഞൊരു ഡയറക്ഷനിൽ കിടക്കുകയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മളിത് ഇങ്ങനെ കൊടുക്കുന്നത് ഇങ്ങനെ ഒരു ഡയറക്ഷനായിട്ട് സൂചിപ്പിക്കുന്നതിനെ വെക്റ്റർ എന്നാണ് പറയുന്നത്. നിങ്ങൾ വിശദമായിട്ട് പഠിക്കും. ഇതിനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. വെക്റ്റർ ക്വാണ്ടിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു വര കൊടുത്തിട്ട് ഒരു ആരോ മാർക്ക് ഇടുമ്പോൾ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഒരു ചരിഞ്ഞ ഒരു വെക്റ്റർ ആണ് എങ്കിൽ നമുക്കിതിനെ രണ്ടായിട്ട് അതിൻ്റെ കമ്പോണൻ്റ് ആക്കി മാറ്റാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഒരു ചരിഞ്ഞൊരു വെക്റ്ററാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കമ്പോണൻ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഒന്ന് സൈൻ തീറ്റയിൽ ഉള്ളൊരു കമ്പോണൻ്റ് ആയിരിക്കും, മറ്റേത് കോസ് തീറ്റയിൽ ഉള്ളൊരു കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ചരിഞ്ഞ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്? F ആണല്ലേ? F ആണ്. ഇനി നമുക്ക് ഇതിനെ രണ്ടായിട്ട് എന്ത് ചെയ്യാം? 2 കമ്പോണൻ്റ് ആക്കി മാറ്റാം, റിസോൾവ് ചെയ്യാം. 2 കമ്പോണൻ്റ് ആക്കി മാറ്റാം. ഒന്ന് നമ്മളിത് ഇങ്ങനെ വരയ്ക്കുക, ഒരു ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ വരയ്ക്കുക. മറ്റേന് എന്ത് ചെയ്യുക? വെർട്ടിക്കലായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചരിഞ്ഞ വെക്റ്ററിനെ നമ്മൾ 2 കമ്പോണൻ്റ് ആക്കി മാറ്റി. ഇനി ഇതിൽ ഏതാണ് സൈൻ കമ്പോണൻ്റ് ആയിട്ട് എഴുതുന്നത്, ഏതാണ് കോസ് കമ്പോണൻ്റ് ആയിട്ട് എഴുതുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ തീറ്റ എവിടെയാണ് അല്ലെങ്കിൽ ആംഗിൾ എവിടെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്. തീറ്റ ഇവിടെയാണെങ്കിൽ തീറ്റയുടെ അടുത്ത് കിടക്കുന്ന ആ ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ കോസ് കമ്പോണൻ്റ് എന്ന് പറയുക. ഓർമ്മിക്കുക, തീറ്റയ്ക്ക് അടുത്ത് കിടക്കുന്ന, ആംഗിളിന് അടുത്ത് കിടക്കുന്ന വെക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ് കമ്പോണൻ്റ് ആയിട്ട് പറയുന്നത്. അതിങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ഫോഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ് F എന്ന് കൊടുക്കും. കോസ് കമ്പോണൻ്റ് ആയിട്ട് കോസ് തീറ്റ എന്ന് കൊടുക്കും. അപ്പോൾ എങ്ങനെ വരും? F കോസ് തീറ്റ. അപ്പോൾ മറ്റേ കമ്പോണൻ്റ് എന്തായിരിക്കും? F സൈൻ തീറ്റ. F സൈൻ തീറ്റ. ഇത്രമാത്രം ഓർക്കുക. ചരിഞ്ഞൊരു വെക്ടർ ആണെങ്കിൽ അതിനെ രണ്ടായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 2 കമ്പോണൻ്റ് ആക്കാൻ പറ്റും. ഒന്ന് കോസ് കമ്പോണൻറ്റും ഒന്ന് സൈൻ കമ്പോണൻറ്റും ആണ്. തീറ്റയ്ക്ക് അല്ലെങ്കിൽ ആംഗിളിന് അടുത്ത് കിടക്കുന്ന കമ്പോണൻ്റാണ് കോസ് കമ്പോണൻറ്റ്, ഫാറായിട്ട് കിടക്കുന്ന കമ്പോണൻ്റാണ് സൈൻ കമ്പോണൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് റിസോൾവ് ചെയ്യാം. റിസോൾവ് ചെയ്യുമ്പം ഇവിടെ ഒരു കമ്പോണൻറ്റ് വരച്ചു, ഇതാണ് തീറ്റ. ഇവിടെ ഒരു കമ്പോണൻറ്റ് വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ ആയതുകൊണ്ട് ഈ കമ്പോണൻറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? F കോസ് തീറ്റ എന്ന് വിളിക്കാം. ഈ കമ്പോണൻറ്റിൻ്റെ F സൈൻ തീറ്റ എന്ന് വിളിക്കാം. ഇനി നോക്കുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഏത് കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷനിലാണെന്ന് നോക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് S എന്ന് പറയുന്നത് ഈ എഫിൻ്റെ F കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റിൻ്റെ ഡയറക്ഷനിലാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ വർക്ക് ഏതെല്ലാം മൂലമാണ് ഉണ്ടായത്? ഈ F കോസ് തീറ്റ എന്ന് പറയുന്ന കമ്പോണൻറ്റും S എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റും കാരണമാണ് ഇവിടെ വർക്ക് നടന്നിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്കിന് എങ്ങനെ എഴുതാം? വർക്ക് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇവിടുത്തെ ഫോഴ്സിൻ്റെ കോസ് കമ്പോണൻറ്റ് കാരണമാണ് വർക്ക് നടന്നത്. അതുകൊണ്ട് നമുക്ക് F കോസ് തീറ്റ എന്ന് കൊടുക്കാം ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എഴുതാമല്ലോ. നമുക്കിനി ചേർത്ത് എഴുതാം. F ഇൻറ്റു എസിനെ F S കോസ് തീറ്റ എന്ന് എഴുതാം. F S കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി നമുക്ക് സ്കെയിലാർ പ്രോഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങളത് പഠിക്കും. അപ്പോൾ F S കോസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? സ്കെയിലാർ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. സ്കെയിലാർ പ്രോഡക്റ്റിനെ ഡോട്ട് പ്രോഡക്റ്റ് എന്നും പറയും. അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്: F ഡോട്ട് എസ്. F ഡോട്ട് എസ് വെക്റ്റർ സൈൻ കൊടുക്കുക. F ഡോട്ട് എസ് എന്ന് പറഞ്ഞുകൊണ്ട് വെക്റ്റർ സൈൻ കൂടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇവിടെ വർക്ക് നടന്നത് ഫോഴ്സിൻ്റെ കോസ് കമ്പോണൻറ്റും
ഡിസ്പ്ലേസ്മെൻറ്റും ചേർന്നാണ്. അങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതിയത്? എഫ് എസ് കോസ് തീറ്റ എന്ന് എഴുതിയത്. ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വർക്ക്? ഒന്നുകിൽ എഫ് ഡോട്ട് വെക്റ്റർ എഫ് ഡോട്ട് എസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം എഫ് എസ് കോസ് തീറ്റ എന്ന് പറയാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് എഫ് ഡോട്ട് എസ് എന്ന് പറയാം, അല്ലെങ്കിൽ എഫ് എസ് കോസ് തീറ്റ എന്ന് പറയാം. അതായത് ഫോഴ്സിൻ്റെ കോസ് കമ്പോണൻറ്റിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വർക്ക് ഏതെല്ലാം ടൈപ്പ് ഉണ്ടെന്നുള്ളത് നോക്കാം. നമുക്കറിയാം വർക്കിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എഫ് എസ് കോസ് തീറ്റയാണ് അല്ലേ? എഫ് എസ് കോസ് തീറ്റയാണ് വർക്കിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. എഫ് എസ് കോസ് തീറ്റയാണ്. അപ്പോൾ തീറ്റയ്ക്ക് പല പല വാല്യൂസ് വരാം അല്ലേ? തീറ്റയ്ക്ക് വേണമെങ്കിൽ 0 വരാം, 90 വരാം, 180 വരാം, അങ്ങനെ പല പല ആംഗിളും നമുക്ക് തീറ്റയ്ക്ക് വരാം അല്ലേ? അപ്പോൾ ഈ തീറ്റ മാറുന്നതനുസരിച്ച് വർക്ക് എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് തീറ്റ 0 ആണെങ്കിൽ വർക്ക് എങ്ങനെയാവും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് തീറ്റ ഈക്വൽ ടു 0 ആവുന്നൊരു കേസ് നോക്കാം. തീറ്റ ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ ഇവിടെ വർക്ക് എങ്ങനെയായി മാറുമെന്ന് നോക്കാം. ഈക്വേഷനിൽ കൊണ്ട് ഇട്ട് കൊടുക്കാം. എഫ് എസ് കോസ് തീറ്റയാണ്. അപ്പോൾ എഫ് എസ് കോസ് 0 എന്ന് കൊടുക്കാം. കോസ് 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കോസ് 0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ഡബ്ല്യു എന്ന് പറയുന്നത് എഫ് എസ് എന്ന് കിട്ടും. ഡബ്ല്യു എന്ന് പറയുന്നത് എഫ് എസ് എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ആണെന്ന് തോന്നുന്നില്ല. നെഗറ്റീവും 0 ഒന്നും അല്ലല്ലോ. വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത്തരം വർക്കുകളെ നമുക്ക് എന്ത് വിളിക്കാം? പോസിറ്റീവ് വർക്ക് എന്ന് വിളിക്കാം. ഇത്തരം വർക്കിനെ പോസിറ്റീവ് വർക്ക് എന്ന് വിളിക്കാം. എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിനെ നിങ്ങൾ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് പുഷ് ചെയ്യുകയാണ്, നീക്കാൻ പോവുകയാണ്. അത് ആ ഫോർവേഡ് ഡയറക്ഷൻ മുന്നോട്ട് തന്നെ നീങ്ങി, ഡിസ്പ്ലേസ്മെൻറ്റ് മുന്നോട്ട് തന്നെ നീങ്ങുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എഫിൻ്റെ ഡയറക്ഷനും എസിൻ്റെ ഡയറക്ഷനും സെയിം ആണല്ലേ? അപ്പോൾ ഇവിടെ ആംഗിൾ ഉണ്ടോ? രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്. ഡയറക്ഷൻ സെയിം എന്ന് പറഞ്ഞാൽ അവിടെ ആംഗിൾ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെ പോസിറ്റീവ് വർക്കാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ തീറ്റ 0 ആണെങ്കിൽ അവിടെ പോസിറ്റീവ് വർക്കാണ്. ഒരു ബ്ലോക്കിന് നമ്മൾ പുഷ് ചെയ്യുമ്പോൾ അത് ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നുവെങ്കിൽ അവിടെ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. തീറ്റ 90 ഡിഗ്രി ആവുന്നൊരു കേസ് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ വരും? ഡബ്ല്യു ഈക്വൽ ടു എഫ് എസ് കോസ് 90. കോസ് 90യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ മൊത്തത്തിൽ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും അല്ലേ? അപ്പോൾ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് 0 വർക്കാണെന്ന് പറയാം. അപ്പോൾ ആംഗിൾ 90 ആയാൽ അവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് നടക്കുന്നില്ല, 0 വർക്കാണ് നടക്കുന്നത്. അതായത് എഫിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും മുകളിലോട്ടും, എഫിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടും എസിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ആണെങ്കിൽ ആംഗിൾ എങ്ങനെയാണ്? 90 ഡിഗ്രി ആണ്. ഇങ്ങനെ വരുന്ന കേസുകളിൽ വർക്ക് നടക്കുന്നില്ല. ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ ഒരു ചുമട്ട് തൊഴിലാളി ലോഡ് എന്ത് ചെയ്യുന്നു? തലയിൽ ഇങ്ങനെ ലോഡ് ഇങ്ങനെ ക്യാരി ചെയ്തു വെച്ചിരിക്കുന്നു എന്ന് കരുതുക. ആൾ അപ്പോൾ എങ്ങോട്ടാണ് ഫോഴ്സ് പ്രയോഗിക്കുന്നത്? തലയിലാണ് ചുമട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് മുകളിലോട്ടാണല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. എന്നിട്ട് ആ ചുമടും കൊണ്ട് ഹൊറിസോണ്ടലി നടക്കുന്നു. ഹൊറിസോണ്ടലി നടക്കുന്നു പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ഇങ്ങോട്ടാണല്ലേ? അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ആംഗിൾ 90 ഡിഗ്രി ആയാൽ അവിടെ വർക്കൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഒരു ചുമട്ട് തൊഴിലാളി ചുമട് താങ്ങി പിടിച്ചുകൊണ്ട് ഹൊറിസോണ്ടലി നടക്കുകയാണെങ്കിൽ അവിടെ യാതൊരുവിധ വർക്കും നടക്കുന്നില്ല. ഇനി നമുക്ക് ഒരു കേസും കൂടെ നോക്കാം. തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയാൽ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് എഫ് എസ് കോസ് 180 ആവും. എഫ് എസ് കോസ് 180. കോസ് 180യുടെ വാല്യൂ -1 ആണ്. അപ്പോൾ ഡബ്ല്യൂയുടെ വാല്യൂ ഇങ്ങനെ വരും? -FS എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് വർക്കാണ് നടന്നത്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇവിടെ നടന്നത് ഒരു നെഗറ്റീവ് വർക്കാണ്. ഓക്കെ, ഇവിടെ നടന്നത് ഒരു നെഗറ്റീവ് വർക്കാണ്. അതായത് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുമാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ ആംഗിൾ 180 ആണ്. ഇവിടെ നടക്കുന്നത് നെഗറ്റീവ് വർക്കാണ്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു ബ്ലോക്കിൻ്റെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇവിടെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു. എന്നാൽ നമുക്കറിയാം ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഇവിടെ കാണും അല്ലേ? ഇവിടെ ഇപ്പോൾ തറയും ഒരു ബ്ലോക്കും ആണെങ്കിൽ അവിടെ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് കാണും. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കും? കൊടുക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? രണ്ടിൻ്റെയും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വർക്കാണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് പറയാം. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കേസ് വെച്ച് പറയുവാണെങ്കിൽ ഇവിടെ നടന്നത് ഒരു നെഗറ്റീവ് വർക്കാണെന്ന് പറയാം. അതായത് തീറ്റ 180 ഡിഗ്രി വരുമ്പോഴാണ് നെഗറ്റീവ് വർക്ക് നടക്കുന്നത്. ഇനി നമുക്ക് വർക്കിൻ്റെ യൂണിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ക്യാപിറ്റൽ ജെ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. മറ്റൊരു യൂണിറ്റ് ഉണ്ട്, ആ യൂണിറ്റാണ് കലോറി. അപ്പോൾ 1 കലോറി എന്ന് പറയുന്നത് 4.2 ജൂളാണ്. അപ്പോൾ 4.2 ജൂളാണ് 1 കലോറി. അപ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്. മറ്റൊരു യൂണിറ്റാണ് കലോറി. 1 കലോറി ഈക്വൽ ടു 4.2 ജൂൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജിയാണ്. എബിലിറ്റി ടു ഡു വർക്ക്. ഒരു വർക്ക് ചെയ്യാൻ വേണ്ട കഴിവ് അല്ലെങ്കിൽ എബിലിറ്റിയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത് അല്ലേ? എബിലിറ്റി ടു ഡു വർക്ക് ചെയ്യാൻ വേണ്ട എബിലിറ്റി അല്ലെങ്കിൽ കഴിവ്, അതിനാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. നമ്മളിവിടെ മെക്കാനിക്കൽ എനർജിയെ പറ്റി പറയുകയാണെങ്കിൽ 2 ടൈപ്പ് മെക്കാനിക്കൽ എനർജി ഉണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്, കൈനറ്റിക് എനർജി. രണ്ടാമത്തേന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ മെക്കാനിക്കൽ എനർജി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കൈനറ്റിക് എനർജിയും
രണ്ടാമത്തത് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എന്ന് പറയുന്ന മീനിങ് തന്നെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, മോഷനുമായി, ചലനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബോഡിയുടെ മോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആ ബോഡിയുടെ പൊസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എനർജിയാണ്. ആ ബോഡിയുടെ പൊസിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എനർജിയെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. മോഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എനർജിയെ കൈനറ്റിക് എനർജി എന്ന് പറയും. നമുക്ക് ഇനി ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, മോഷൻ കാരണം ഉണ്ടാകുന്ന എനർജി ഡ്യൂ ടു മോഷൻ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. മോഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ½ ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, ½ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ കൈനറ്റിക് എനർജിയെ പറ്റി ഇത്രയും ആലോചിച്ച് വയ്ക്കുക. എങ്ങനെയാണ് വരുന്നത്? മോഷൻ വഴി കിട്ടുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ½ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. ഇനി കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ ½ എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ കിട്ടിയെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ പ്രോഡക്റ്റ് ആണെന്ന് അറിയാം. ഇപ്പോൾ പഠിച്ചു, വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിച്ചു ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സലറേഷൻ ആണെന്ന് പഠിച്ചു. നമുക്കത് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ W=F പകരം നമുക്ക് MA എന്ന് കൊടുക്കാം, S ഡിസ്പ്ലേസ്മെൻ്റ് എന്നും കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ന്യൂട്ടൻ്റെ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചതാണ്. തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അതിങ്ങനെയാണ്, V² = U² + 2AS. നിങ്ങൾ തേർഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, V² = U² + 2AS. അപ്പം തുടക്കത്തിൽ ഒരു ബോഡിക്ക് വെലോസിറ്റി ഒന്നും ഇല്ല, ഇനിഷ്യൽ വെലോസിറ്റി U എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ഇവിടെ ഈ ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നോക്കാം. V² = ഇവിടെ U² എന്ന് പറയുന്നത് 0 ആയിപ്പോയി, ബാലൻസ് വരുന്നത് 2AS ആണ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് AS മാത്രമായിട്ടൊന്ന് എഴുതാം. AS = V² / 2. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 2നെ ഇക്വേഷൻ നമ്പർ 1ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയായി മാറുമെന്ന് നോക്കാം. W = M അതുപോലെ എഴുതാം. ASന് പകരം നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ നമ്പർ 2ലുണ്ട് ASന് പകരം V² / 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് W = എന്ത് കിട്ടി? ½ എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ½ ആണ്. ഈ വർക്ക് ഡൺ ആണ് ഇവിടെ ആ ബോഡിയുടെ കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ വർക്ക് ഡണ്ണിനെ നമുക്ക് മാറ്റി എന്തെന്ന് എഴുതാം? കൈനറ്റിക് എനർജി എന്ന് എഴുതാം. കൈനറ്റിക് എനർജി = ½ അപ്പോൾ നമുക്ക് ആ റിലേഷൻ കിട്ടി. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ വർക്കിൽ നിന്നാണ് തുടങ്ങിയത്. വർക്ക് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. എന്നിട്ട് നമ്മൾ ഫോഴ്സിൻ്റെ ഫോർമുല നമുക്കറിയാം, M × A ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ നമ്പർ 1 ആക്കി. പിന്നെ നമുക്ക് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ എഴുതി, V² = U² + 2AS. അവിടെ U = 0 ആയാൽ ഇക്വേഷൻ എങ്ങനെ മാറും? V² = 2AS എന്നായി. അതിൽ നിന്നും AS എഴുതി, V² / 2 എന്ന് കിട്ടി. ഈ ASൻ്റെ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ = ½ ആയി. ഈ വർക്ക് ഡൺ ആണ് നമ്മൾ കൈനറ്റിക് എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് കൈനറ്റിക് എനർജി = ½ ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ U എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, ക്യാപിറ്റൽ U എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇത് പറഞ്ഞൊരു സ്റ്റോർഡ് എനർജിയാണ്. ഒരു ബോഡിയുടെ പൊസിഷൻ കാരണം അല്ലെങ്കിൽ ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നുവെങ്കിൽ അത്തരം എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഡാമിൽ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് അപ്പോൾ അതിൻ്റെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം കാരണം അതിന് കിട്ടുന്ന ഒരു സ്റ്റോർഡ് എനർജിയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു കംപ്രസ്ഡ് സ്പ്രിങ്ങിൽ അവിടെയും പൊട്ടൻഷ്യൽ എനർജിയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കൈനറ്റിക് എനർജിക്ക് എക്സാമ്പിളായിട്ട് നമുക്ക് എന്താ പറയുക? മൂവിംഗ് ആയിട്ടുള്ള ഏതിലും വരുന്ന എനർജി കൈനറ്റിക് എനർജിയാണ്. എന്നാൽ ഒരു ബോഡിയുടെ പൊസിഷൻ കൊണ്ട് ഏതെങ്കിലും ഒരു ഹൈറ്റിൽ ഇരിക്കുകയാണ്, ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ ആ ബോഡിക്ക് ആ ഒരു ഉയരം കൊണ്ടും കൂടി അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ കൊണ്ടും കൂടി സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷനാണ്, U = mgh. U എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്, M എന്ന് പറയുന്നത് ആ ബോഡിയുടെ മാസ്, G എന്ന് പറയുന്നത് ഗ്രാവിറ്റിയാണ്, H എന്ന് പറയുന്നത് അതിൻ്റെ ഉയരം, ഹൈറ്റ് ആണ്. അപ്പോൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല U = mgh. ഇനി ഇതെങ്ങനെയാണ് ഈ ഫോർമുല വരുന്നതെന്നുള്ളതും കൂടെ നോക്കാം. ഇത് ഗ്രൗണ്ട് ആണ്. ഒരു ബോഡി ഒരു നിശ്ചിത ഹൈറ്റിൽ ഇരിക്കുകയാണ്. H എന്ന് പറയുന്ന ഒരു ഹൈറ്റിലാണ് ഈ ഒരു ബോഡി ഇരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ നിന്നും H എന്ന് പറയുന്ന ഒരു ഹൈറ്റിലാണ് ഈ ഒരു ബോഡി ഇരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു പൊസിഷനിൽ ഒരു H എന്ന് പറയുന്ന ഹൈറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കാരണം അതിനൊരു എനർജി വരും. അപ്പോൾ ഇവിടെ വരുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇവിടെ ഏതൊക്കെ ഫോഴ്സ് വരുമെന്ന് അറിയാം. നമുക്കറിയാം ഏതൊരു ബോഡി ഇതിൻ്റെ മാസ് M ആണെന്ന് വയ്ക്കുക. ഇതിൻ്റെ മാസ് M ആണെങ്കിൽ ഏതൊരു ബോഡി എന്ത് ചെയ്യും? എർത്ത് എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് താഴോട്ട് പ്രയോഗിക്കുമല്ലേ. അപ്പോൾ എർത്ത് പ്രയോഗിക്കുന്ന ഫോഴ്സ് നമുക്കറിയാം എങ്ങനെയാണ്? M × G ആണല്ലേ. അപ്പോൾ ഫോഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഫോഴ്സ് എത്രയാണ്? M × G ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വർക്കിൻ്റെ ഫോർമുല എഴുതാം. വർക്കിൻ്റെ ഫോർമുല നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് അല്ലേ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? M എന്ന് പറയുന്ന ഒരു ബോഡി ആയതുകൊണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത് mg ആണ്. അപ്പോൾ ഫോഴ്സിന് വരെ നമുക്ക് mg എഴുതാം. അപ്പോൾ ഇവിടെ ആ ഒരു ബോഡിക്കുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഈ ഒരു ഹൈറ്റ് ആണ് അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. അപ്പോൾ mg × h എങ്ങനെ കിട്ടി? mgh എന്ന് കിട്ടി. ഇതാണ് ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഈ വർക്ക് ഡൺ എങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടും?
പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. അപ്പോൾ ഈ വർക്ക് ഡൺ ആണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി യു ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ യു ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി യു ഈക്വൽ ടു എം ജി എച്ച്. അപ്പോൾ ഇവിടുത്തെ വർക്ക് ഡൺ ആണ് ഇവിടെ എന്തായിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെട്ടത്. യു ഈക്വൽ ടു എം ജി എച്ച്.